ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇനി ആവർത്തിക്കില്ല. അങ്ങനെ മക്കൾ 101 തവണ പറഞ്ഞേട്ടെ. പറയടാ. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇനി ആവർത്തിക്കില്ല. 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 ആഹാ, നീയായിരുന്നോ? തട്ടുമുട്ടുമൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി മരാമത്ത് പണിക്കാരെങ്കിലും ആയിരിക്കുമെന്ന്. ഇതൊക്കെ തനിച്ച് ചെയ്യാതെ ആരെങ്കിലും പണിക്കാരെ വിളിച്ചൂടെ നന്ദാ? ഏയ്, ഇത് അതിനു വേണ്ടി കാര്യമൊന്നുമില്ല മാമ. നമ്മുടെ കൈ ഒതുങ്ങുന്നതേ ഉള്ളൂ. അല്ല, ശേഖരമാമൻ എന്താ പെട്ടെന്നൊരു വരവ്? ഓ, ഒന്നുമില്ല. ശാരദയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. പെണ്ണിനും ചെറുക്കനും ഇന്നലെ വീട്ടിലായിരുന്നു വിരുന്ന്. പലഹാരം ഉണ്ടാക്കിയ കൂട്ടത്തിൽ കുറച്ച് കൂടുതലിട്ടു. കുറച്ച് അച്ചപ്പവും കായവറുത്തവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. അച്ചപ്പവും കായവറുത്തും ഒക്കെ ഇവിടെ കിട്ടാത്ത സാധനമാണോ മാമ? അത് കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ, അതൊക്കെ ശരി തന്നെയാ. എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഒരു സ്വാദും മണവും ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതിന് കിട്ടുവാടാ. ഒക്കെ ശാരദയും നിളയും കൂടി ഉണ്ടാക്കിയതാ. അതുമാത്രമല്ല, ആതിരമോളും ഇവിടെ ഉണ്ടല്ലോ. അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയല്ലേ. ഇനി വരുമ്പോ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് അന്നേ വിചാരിച്ചതാ. അല്ല, എവിടെയാ അവള്? അതിന് അവളിവിടെ ഇല്ലല്ലോ മാമ. ഇല്ലേ? ഷോ, അത് കഷ്ടമായി പോയല്ലോ. എവിടെ പോയതാ അവള്? ആതിര അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് വരൂ. അതെന്താ അങ്ങനെ? സ്ഥിരമായിട്ട് അവൾ അവിടെയാണോ തങ്ങുന്നത്? അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമല്ല. അവളുടെ ഫ്രണ്ട് ഒറ്റയ്ക്കുള്ളൂ അവിടെ. അപ്പോ ആതിര കൂടെ അപ്പോന് കൂട്ടുപോയതാ. അപ്പോ ആൺകുട്ടിയാ? അല്ല, അപ്പോ ഒന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാ. അപൂർവ എന്നാ യഥാർത്ഥ പേര്. ഹോ, അങ്ങനെ. ഞാനങ്ങ് പേടിച്ചുപോയി. അല്ല, നീ ഇപ്പോ സ്ഥിരമായിട്ട് ഇവിടെ തങ്ങുന്നുണ്ടോ നന്ദാ? അങ്ങനെ സ്ഥിരമായിട്ട് തങ്ങളൊന്നുമില്ല. കോടതി ഉള്ളപ്പോ ടൗണിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന എളുപ്പം. അപ്പോ ആതിരയും കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് മിക്കവാറും അടച്ചു പൂട്ടി ഇടാറേ ഉണ്ടായിരിക്കൂ, അല്ലേ? വെറുതെ അല്ല കേട്ടോ ഇതിങ്ങനെ കിടന്ന് നശിക്കുന്നത്. 2 ഭാഗമായിട്ടല്ലേ വീട്. നിങ്ങൾ 2 പേർക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലം? ഏതെങ്കിലും ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തൂടെ നന്ദാ? മാസം ഒരു സംഖ്യ വാടക ഇനത്തിൽ കിട്ടുന്നത് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? അല്ല, അമ്മാവൻ ഇത് പറയാൻ വേണ്ടിയാണോ ഇത്ര തിടുക്കപ്പെട്ടിങ്ങോട്ട് വന്നത്? അത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. അല്ലെങ്കിൽ വേണ്ട, പിന്നെ ആവട്ടെ. ഞാനേ മേലൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോഴേക്കും നിന്റെ ഈ മരാമത്ത് പണിയും കഴിയുമല്ലോ. മാമ. അല്ല, പാചകമൊക്കെ നീ തന്നെയാണോ നന്ദാ? ഏയ്, ഇതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നല്ലാതെ അടുക്കളയുടെ ഇൻചാർജ് ആദരിക്കാം. അവൾക്കിതെല്ലാം അറിയോ? ഈ വന്ന കാലത്ത് പെൺകുട്ടികൾക്ക് പോലും പാചകവും വീട്ടുജോലിയും എന്താണെന്ന് അറിയില്ല. അതിന് ആതിര പെൺകുട്ടിയാണെന്നുള്ള കാര്യം മാമ മറന്നുപോയോ? സത്യമാണോ? എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും ഇടയ്ക്ക് അതങ്ങ് മറക്കും. അവളുടെ മുമ്പിൽ വെച്ച് നാവിന്ന് അബദ്ധമൊന്നും വീഴരുത് എന്നാ എൻ്റെ പ്രാർത്ഥന. അല്ല, മാവൻ എന്താ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടോന്ന് പറഞ്ഞേ? അത് നിന്റെ കാര്യം തന്നെയാ.
എൻ്റെ കാര്യം എന്താണ് ഇത്ര സംസാരിക്കാനുള്ളത്? അല്ല, എന്നും നീ ഇങ്ങനെ ഒറ്റാന്തടിയായി കഴിഞ്ഞാൽ മതിയോ നന്ദ? ഒരു കൂടും കുടുംബമൊക്കെ നിനക്കും വേണ്ടേ? ഇത്രയും നാൾ ഇതൊന്നും അന്വേഷിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ ഇവിടെ. ഇപ്പൊ പെട്ടെന്നെന്താ നന്ദന് വേണ്ടി കൂടും കുടുംബമൊക്കെ അന്വേഷിക്കുന്നു? ശരിയാ, ഇതൊന്നും പറയാനുള്ള അർഹതയും യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് നന്നായിട്ടറിയാം. എന്നാലും നിന്നെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ ഞാൻ കൂടിയാണല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം മോനെ. ആതിര പെൺകുട്ടിയാണെന്ന് നീ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ മോനെ, ഒരു സാധാരണ പെൺകുട്ടിയുടെ കുടുംബജീവിതമൊക്കെ അവൾക്ക് നേടിക്കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ആരെങ്കിലും അതിന് തയ്യാറായി വരുമോ? മാമ, അവൾക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നേടിക്കൊടുക്കാനാവോ ഇല്ലോ എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എന്നെങ്കിലും അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടായാലേ ഈ നന്ദനും ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. നേരം കുറച്ചായല്ലോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മൾ വന്ന കാര്യം അയാൾ പോയി അമ്മയോട് പറഞ്ഞു കാണില്ലേ? ഞാൻ ആന്റി ഒന്ന് വിളിച്ചു നോക്കട്ടെ. റിംഗ് ഉണ്ട്, എടുക്കുന്നില്ല. ആ ഓ എന്റെ അമ്മേ, BP ഇത്രയും വലിയ VIP ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഗേറ്റിൽ 2 പ്രാവശ്യം സെക്യൂരിറ്റി ചെക്കിങ്, രജിസ്റ്ററിൽ എഴുതിക്കല്, ഇവിടെ ഇങ്ങനെ വന്ന് പോസ്റ്റായി നിൽക്കല്. ഓ, ഇത്രയും ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കഥാനായകനെ കാണാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. BP ഒരു സാധാരണ പേഷ്യൻ്റ് അല്ലല്ലോ. കൂടുതൽ നിരീക്ഷണത്തിലുള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് വിസിറ്റേഴ്സിന് കർശന നിയന്ത്രണമുണ്ട്. ഇതിപ്പോ ഡോക്ടറിനോട് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടാ 2 പേർക്കുള്ള അനുവാദം കിട്ടിയത് തന്നെ, അതും അരമണിക്കൂർ നേരത്തേക്ക്. പിന്നെ നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൂ 2 പേരെന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ആതിരയുടെ ഒപ്പം ഡേസിയാവും വന്നതെന്നാ. ഡേസി ആന്റിക്കും വരണമെന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങ് മടിച്ചതാ. ആതിര എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല ആന്റി. ഇങ്ങനൊരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നതിന്റെ ആവും. ആന്റി വല്ലാതെ ക്ഷീണിച്ചു. ട്രീറ്റ്മെന്റ് VPയുടെ മനസ്സ് നേരെയാക്കാൻ വേണ്ടിയല്ലേ? നമ്മുടെ മനസ്സിലെ ടെൻഷനും പ്രശ്നമൊക്കെ അതേപടി അവിടെ തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ ആവും. VPക്ക് എങ്ങനെയുണ്ടമ്മേ? ഇവിടെ വന്നതിന് ശേഷം മാറ്റം വല്ലതും ഉണ്ടോ? VPക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ. പക്ഷേ ആ മാറ്റം ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ? ഡോക്ടർ എന്താ പറഞ്ഞേ? പ്രശ്നമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ആതിരയുടെ കാര്യം പറഞ്ഞാണോ BP പ്രശ്നം ഉണ്ടാക്കുന്നത്? വന്ന് 2 ദിവസം കഴിയുന്നിടം വരെ ആതിരെ കണ്ടേ പറ്റുന്നുള്ള വാശിയായിരുന്നു VPക്ക്. ആതിര ഇപ്പൊ വരും പിന്നെ വരുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുവിധം ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയതാ. പക്ഷേ ഇപ്പൊ 2 ദിവസമായിട്ട് ആതിരയ്ക്ക് വേണ്ടി വലിയ പിടിവാശി കാണിക്കുന്നില്ല VP. അതെന്തു പറ്റി? വാശി പിടിച്ചാലും ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് VPക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോ ആതിരെ കാണുമ്പോ VP പഴയ ആളാവുമായിരിക്കും. അതെന്താ? BP ഇപ്പൊ പുതിയ ആളാ? അതിനുള്ള ശ്രമത്തിലാ. നിങ്ങൾ വാ. ഞാൻ VPയുടെ കണ്ണിപ്പെടാതെ ദൂരെ എങ്ങനെ മാറി നിന്നോളാം. ഇനിയിപ്പൊ എന്നെ കണ്ട് VPക്ക് ഹാലിളകണ്ട. എന്തായാലും വാ. പണിക്കർ സാറിന്
വായിച്ച പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം തോന്നിയ പുസ്തകം ഏതാ? ഫിക്ഷൻ ആണെങ്കിൽ ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അതെന്താ ആ കിഴവനോട് അത്ര ഇഷ്ടം തോന്നാൻ? അയാളുടെ ഒരു വിൽ പവർ മറ്റൊരു പാത്രസൃഷ്ടിയിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സാന്റിയാഗോ പരിശ്രമങ്ങളുടെ പ്രതീകമാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ലക്ഷ്യം തേടാൻ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യന് എന്നും ഒരു പ്രചോദനമാണ് സാന്റിയാഗോ. അല്ല, ടീച്ചർക്ക് അങ്ങനെ ഏതെങ്കിലും പുസ്തകത്തോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇഷ്ടമെന്ന് പറയാൻ വായിച്ച എല്ലാ പുസ്തകങ്ങളും എനിക്കിഷ്ടം തന്നെയാ. അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ പുസ്തകങ്ങളെ ഞാൻ വായിക്കാറുള്ളൂ. പുസ്തക വായന എന്നിൽ ഹോബിയാക്കി മാറ്റുന്നത് മഹിയ. മഹിയോ? ഹലോ ടീച്ചറെ, ആളിവിടെയെങ്കിലും ഇല്ലേ? പറഞ്ഞേ, ഏത് ബുക്കാ ഇഷ്ടം? മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം MTയുടെ രണ്ടാമൂഴം തന്നെയാ. എന്തുകൊണ്ടും രാജാവാകാൻ യോഗ്യതയുള്ളവനായിട്ടും ചുണ്ടിനും കപ്പിനും ഇടയിൽ രാജഭാരം നഷ്ടപ്പെട്ട നിർഭാഗ്യവാൻ. ശരിയാ, എല്ലാവരുടെ ഉള്ളിലും ഒരു നിരാശനായ ഭീമനുണ്ട്. യോഗ്യത ഉണ്ടായിട്ടും മാറ്റി നിർത്തപ്പെടുന്നവൻ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി VP വിളിച്ചിട്ട് വരാം. ആതിര ഇവിടെ നിൽക്ക്, ഞാനൊന്ന് മാറി നിൽക്കാം. VP വരുമ്പോ ആദ്യം ഞാൻ കണ്ണിപ്പെടണ്ട. ഹിഡിംബിയുടെയും ഭീമന്റെയും ലോസ് ലവ് എന്നെ ആ പുസ്തകത്തിലെ വല്ലാതെ ആകർഷിച്ച ഒരു ഫാക്ടറാണ്. VP, എന്താ? ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഇവിടെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അതിനിടയിൽ എന്ത് മഹാകാര്യ അവിടെ ഒന്ന് സാധിക്കാനുള്ളത്? ഒരു കാര്യം സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കില്ല. ഒന്ന് വന്നേ. എന്താ? എന്ത് വേണം? VP കാണാൻ ഒരാള് വന്നിട്ടുണ്ട്, വാ. ഞാനിപ്പോ വരാമേ. എന്ത് രസമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു വന്നത്. സോറി കേട്ടോ, ഞാനിപ്പോ വരാം. വി വിൽ ഡിസ്കസ് ലേറ്റർ. ആരാ കാണാൻ വന്നിരിക്കുന്നത്? വാ പറയാം. ഇത്രയ്ക്ക് സസ്പെൻസ് ഇടുന്നത് എന്തിനാ താൻ? ആരാന്ന് പറഞ്ഞൂടെ? ആ പറയാം. ആരാന്ന് പറഞ്ഞാൽ എന്താ? നോക്ക്, VP കാണാൻ ആരാ വന്നിരിക്കുന്നതെന്ന്. ആതിര മോളെ, നീ എവിടെയായിരുന്നു? എന്താ നീ എന്നെ കാണാൻ വരായിരുന്നു? സാറിന് സുഖമല്ലേ? സാറോ? സോറി, അങ്കിളിന് സുഖമല്ലേ? ആ, ഇവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ എന്നാ തോന്നുന്നു. ഇവിടെ ഉള്ളവർ നിർബന്ധിച്ചാ പിന്നെ നമുക്ക് അനുസരിച്ചല്ലേ പറ്റൂ. ആതിരെ കുറച്ചു ദിവസം നമ്മുടെ കൂടെ നിർത്തിയാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. ഇവിടെ നിർത്താനോ? എന്തിന്? അല്ല, ആതിരെ കൂടെ ഉണ്ടെങ്കിൽ VPക്ക് സന്തോഷാവുമല്ലോ. അതുകൊണ്ട് ആതിര ഇവിടെ നമ്മുടെ കൂടെ നിന്നോട്ടെ, എന്താ? അല്ല, മോളെ എങ്ങനെയാ വന്നത്? ഇത്രയും ദൂരം തനിച്ചാണോ വന്നത്? അല്ല, ഞാനും അപ്പവും കൂടിയാ വന്നത്. ഇമാതിരി വൃത്തികെട്ട ആൾക്കാരുടെ കൂടെയാണോ നീ കൂട്ടുകൂടി നടക്കുന്നത്? കൊള്ളാം. ജീവിതം നശിക്കാൻ ഇതിൽ നല്ല വഴിയില്ല. എന്തിനാ നീ ഇതിന്റെയൊക്കെ ഒപ്പം നടക്കുന്നത്? സ്വന്തം ജീവിതം നശിപ്പിച്ചടങ്ങുന്ന നിർബന്ധമാണോ നിനക്ക്? VP, എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? താനാണോ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്? നിർത്തിക്കോ, ഇത് ഇവിടെ നിർത്തിക്കോ. ഇനി ഇവളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു വിട്ടോണം ഇതിനവിടുന്ന്. എന്റെ കണ്ണിൽ കണ്ടുപോരുത്. കാണുന്നത് എനിക്ക് അത്രയ്ക്ക് അറപ്പാ. മോളുവാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. വരുന്നേ. ആ, സാരമില്ലമ്മേ,
അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ബിപിയുടെ കണ്ണിൽപ്പെട്ടാൽ ഇങ്ങനെ ചില നല്ല വാക്കുകൾ ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ശേ, കണ്ണിപ്പെടാതെ ഞാൻ മാറി നിന്നതായിരുന്നു. ആതിരെ അബദ്ധം കാണിച്ചത്. അല്ലമ്മേ, ഏതാ ആ സ്ത്രീ? ബിപിക്ക് നേരത്തെ പരിചയമുള്ള ആരെങ്കിലും ആണോ? അല്ല, ഇവിടെ വന്നുള്ള പരിചയ. അവരിവിടുത്തെ പേഷ്യന്റാ. പേഷ്യന്റ് ആണോ? ഞാൻ കരുതി ഇവിടുത്തെ ഡോക്ടർ ആവുമെന്ന്. എന്താ അവരുടെ പേര്? രേണുക. വിവാഹത്തിന് 2 ദിവസം മുമ്പ് കല്യാണം കഴിക്കാനിരുന്ന ആൾ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അതിന്റെ ഷോക്കിൽ നിന്ന് വർഷങ്ങളായിട്ടും അവർ കരകയറിയിട്ടില്ല. അയാൾ മരിച്ചുപോയതായി അവരെ മനസ്സിതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബിപിയുടെ മോട്ടിവേഷൻ ഗുണം ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്താ അങ്ങനെ തോന്നാൻ? അല്ല, രണ്ടുപേരും തമ്മിലുള്ള ഇന്റിമസി കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. അമ്മയായിട്ടും നല്ല കൂട്ടാണോ അവര്? ഉം. രേണുക, രേണുവയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് ആതിര. മോളെ, ഇതെന്റെ ഫ്രണ്ട് രേണുക, രേണുക ടീച്ചർ. ആതിര സാറിന്റെ മകളാണോ? മകളാണെന്നൊക്കെ ചോദിച്ചാ എനിക്ക് ആതിര എന്റെ മോളെ പോലെയാ. ഇപ്പൊ അവൾ എന്റെ മോള് തന്നെയാ. എനിക്കൊരു മകളുണ്ടായിരുന്നു ടീച്ചർ. അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനു പകരം ഈശ്വരനായിട്ട് എനിക്കും ഗീതയ്ക്ക് തന്ന മോളാണിത്. സോറി, സാറിന്റെ മോക്ക് എന്താ പറ്റിയത്? ഓ, ആ കഥയൊന്നും പറയാതിരിക്കുന്ന ടീച്ചറെ നല്ലത്. ആ, ആതിര നല്ല മിടുക്കി കുട്ടിയാട്ടോ. നല്ല അടക്കവും ഒതുക്കവും സ്നേഹവും ഒക്കെ ഉള്ള കുട്ടി. ആതിരയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കൊരു ചേട്ടനേ ഉള്ളൂ മാഡം, നന്ദകുമാർ. ആള് വലിയ വക്കീലാ. എന്നൊരു കേസിനൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാ ഞങ്ങൾ തമ്മിലുള്ള പരിചയം. രേണുവയ്ക്ക് അതിനെ ഇഷ്ടമായോ? നല്ല മോളല്ലേ? നല്ല കുട്ടിയാ, എനിക്കിഷ്ടായി. കേട്ടോ രേണുക, ആതിരയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കാന്ന് ഏറ്റിരിക്കുക. മിടുക്കിയാണെങ്കിലും ആളൊരു നാണം കുടുങ്ങിയ. അതുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കാന്ന് വെച്ചു. അത് നല്ലതാ. ആ, മോക്ക് ഞാൻ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പോകുമ്പോ തന്നുവിടാ കേട്ടോ. ആതിര സാറിനെ കാണാൻ വന്നല്ലേ, നിങ്ങൾ സംസാരിക്കേ, നമുക്ക് പിന്നെ കാണാം. ഓ ശരി. ആ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങണം. ഈ ഹെമിംഗ്വേയുടെ കടൽക്കിഴവനും പിന്നെ ഈ ഹിഡുംബിയുടെ ഭീമനും. ഓക്കെ, ഓർമ്മയുണ്ട്. ആ വാ മോളെ, ഞാൻ നിനക്ക് വാങ്ങിയ ബുക്കുകൾ കാണിച്ചു തരാം. അല്ല, ഈ ഗീത എവിടെ പോയി? ആ, റൂമിലുണ്ടാവും. എനിക്കറിയില്ല അപ്പോ വിപിയുടെ മനസ്സ് എങ്ങോട്ടാ പോകുന്നതെന്ന്. ആതിരെ കാണണമെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. ഇപ്പൊ അവളെ കണ്ടപ്പോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തത് പോലെയാ വിപിയുടെ പെരുമാറ്റം. അവളെ ഇപ്പോഴും വിപി ഓർക്കുന്നുണ്ടല്ലോ, അത്രയെങ്കിലും ആശ്വാസം. ആതിരെ ഇവിടെ നിർത്താന്ന് അമ്മ പറഞ്ഞപ്പോ ദീപിക്ക് അതിനും വലിയ താല്പര്യം ഇല്ലല്ലോ. ഞാനും അത് ശ്രദ്ധിച്ചു. ആതിരയ്ക്ക് സമ്മതമാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് അവളെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിർത്തിയാലോ എന്ന് വിചാരിക്കാൻ ഞാൻ. അവക്കത് സമ്മതമായിരിക്കും. പക്ഷേ ദീപി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ. അമ്മ, അമ്മയുടെ ഉള്ളില് ദീപിയെ കുറിച്ച് എന്തെങ്കിലും പേടിയുണ്ടോ? പേടിയോ? എന്തിന്? നീ എന്താ അപ്പു അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ആതിരെ ഇവിടെ നിർത്തിയാലും ഇടയ്ക്ക് അവൾക്ക് നന്ദൻ സാറിനൊപ്പം പോകേണ്ടി വരും. അവളുടെ അമ്മയുടെ ശ്രാദ്ധമാ. കൂട്ടിക്കൊണ്ടുപോകാൻ സാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ വിപിയോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. ഇനിയും കുറച്ച് ബുക്സും കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത പ്രാവശ്യം വായിച്ചത്. ദേ, വിപി വരുന്നുണ്ട്, ഞാൻ പുറത്തുണ്ടാവും. ഇനി എന്നെ കണ്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട.